നമ്മൾ ആത്മീയമായി തകർക്കുന്ന 4 ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തെ ആളിലാണ് ആ ശൈത്താനെ കുറിച്ച് നമ്മൾ അറിയണം. കാരണം എന്താ, പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ ആദ്യമായിട്ട് ഓതുന്ന ബിസ്മിക്ക് മുമ്പ് നമ്മൾ എന്തോതും? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ആ ശൈത്താനെ കുറിച്ച്, ശൈത്താൻ അള്ളാഹുവിനോട് ചോദിച്ചു വായിച്ച 2 ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ എന്തൊക്കെയാ? താമസിക്കാനൊരു വീട്, വിശ്രമിക്കാനൊരു സ്ഥലം. അപ്പൊ താമസിക്കാൻ കൊടുത്ത സ്ഥലമാണ് ഏത്? ബാത്റൂം. അതുകൊണ്ടാണ് ആ ബാത്റൂമിലേക്ക് കയറും. എവിടെയാണ് നമ്മൾ മലമൂത്ര വിസർജനത്തിന് ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലത്തേക്ക് കയറുമ്പം നമ്മൾ ദുആ മറക്കരുത് എന്ന് പറഞ്ഞു അല്ലേ? ഏത് ദുആയാണ്? ബിസ്മില്ലാഹി. മനസ്സിലായല്ലോ? അപ്പൊ ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്താണെന്ന് പറഞ്ഞത്? മനുഷ്യന്റെ ഔറത്ത് കണ്ട് രസിക്കൽ ആർക്ക് ഇഷ്ടമാണ്? അതിനൊരു തെളിവെന്താണ്? മനുഷ്യന്റെ ശരീരത്ത് രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം ആര് സഞ്ചരിക്കുന്നുണ്ട്? ശൈത്താൻ. ചെയ്യല്ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആര് നോക്കിക്കും? നോക്കല്ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആര് നോക്കിക്കും? ചെയ്യല്ലേ എന്ന് പറയുന്ന പ്രവർത്തനം ആര് ചെയ്യിപ്പിക്കും? അപ്പൊ ശൈത്താനെ തൊട്ട് കാവല് നമ്മൾ തേടണ്ടേ? അള്ളാഹുവിനോട് ചോദിക്കണ്ടേ? ശൈത്താനെ തടയാൻ നമുക്ക് എന്തെങ്കിലും ആയുധം നമ്മുടെ ഉണ്ടോ? വടി കൊണ്ട് തടയാൻ പറ്റുമോ? തോക്ക് കൊണ്ട് പറ്റുമോ? ബോംബ് കൊണ്ട് പറ്റുമോ? ഒന്നും പറ്റാതെ അങ്ങോട്ട് മാറി നില്ലടാ ശൈത്താനെ നമുക്ക് പറയാൻ പറ്റുമോ? അവിടെയും നമ്മൾ ആരെ മുൻനിർത്തണം? അള്ളാഹുവിനെ നിർത്തണം. അള്ളാഹു തആലയുടെ കാവലും സംരക്ഷണവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ശൈത്താന്റെ ശരീരത്തൊട്ട് ഒരു വ്യക്തി നമ്മുടെ നേരെ വന്നാൽ നമുക്ക് പറയാം, നീ മാറുന്നില്ലെന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ ആര് നാമത്തെ മുന്തിക്കണം. അതുകൊണ്ടാണ് ബാത്റൂമിൽ പോയാൽ പോലും നമ്മൾ ബിസ്മില്ല മുന്തിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാത്റൂമിൽ മനുഷ്യന്റെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്താണെന്നറിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കള്, ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളാണ് മലവും മൂത്രവും. ഭയങ്കര, നമ്മൾ അത്ര പൂശത്തില്ലയോ, കസ്തൂരി പൂശത്തില്ലയോ, ഊത് പുകയ്ക്കത്തില്ലയോ? ഇതിനൊക്കെ ശേഷം അവനെ സംബന്ധിച്ചിടത്തോളം ആനന്ദം നൽകുന്ന വാസനയാണ് ഏതൊക്കെയാ? മലവും മൂത്രവും. ഭയങ്കര ഇഷ്ടമാ. മനസ്സിലായോ? അപ്പം ഇബ്ലീസിന് ഇഷ്ടപ്പെട്ടതിനെയൊക്കെ നമ്മൾ വെറുക്കണ്ടേ അല്ലേ? അപ്പൊ ഇബ്ലീസിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ വിസർജനത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ പോകേണ്ടി വരും. പക്ഷെ പോകുമ്പോ അവിടെ ജാഗ്രത വേണോ വേണ്ടേ? അപ്പൊ അതിന്റെ അദബുകൾ പാലിക്കണ്ടേ? ഒന്നാമതായി നമ്മൾ പാലിക്കേണ്ടത് എന്താണ്? അതിന്റെ ഒന്നാമതായിട്ട് അവിടെ പോകാവുമ്പോൾ ആദ്യമായി പാദരക്ഷ ധരിക്കണം. എന്ത് ധരിക്കണം? പിന്നെന്ത് വഹിക്കണം? തലമറയ്ക്കണം. തലമറയ്ക്കുന്നത് എന്തിനാണ്? എല്ലാം നമുക്ക് പരിശുദ്ധ ഖുർആനൊക്കെ നമ്മുടെ തലയിലാണ് കയറ്റി വെച്ചേക്കുന്നത്. ആണോ അല്ലയോ? തലയും കൽബൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയല്ലയോ? അപ്പൊ നമ്മുടെ ഈ തല മറച്ചുകൊണ്ടല്ലാതെ അവിടെ കയറാൻ പറ്റുമോ? അവിടെ കയറുമ്പം വലത്തെ കാലിന് മുന്തിക്കാൻ പാടുണ്ടോ? കാരണം എന്താ? അള്ളാഹ് ഇഷ്ടപ്പെട്ട സ്ഥലമാണോ? അല്ല. ശൈത്താന്റെ സ്ഥലമാകുമ്പോ നമ്മൾ എന്ത് വേണം? നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ശൈത്താൻ എന്ന് പറയുന്ന ജിന്നിൽപ്പെട്ടവനാണ്. അവന് നമുക്ക് കാണാനൊക്കത്തില്ല. അവർക്കാരെ കാണാം? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണാം. അതിനനുസരിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അപ്പം അവനെ തൊട്ട് ശരിക്ക് കാവൽ എന്ത് വേണം? ഏറ്റവും കൂടുതൽ ശൈത്താൻ കയറാനുള്ള സാധ്യത എവിടുന്നാണ്? ബാത്റൂമിൽ. അതുകൊണ്ടാണ് 3 പ്രധാനപ്പെട്ട ദുആയും നമ്മൾ പഠിക്കണം. എത്ര ദുആ പഠിക്കണം? ഒപ്പം എന്തൊക്കെയാ? ഒന്ന്, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാമത്തെ ദുആ എന്താണ്? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പറയണം, ഒരു അൽഹംദുലില്ലാ പറയണം. എന്ത് പറയണം? ഒരു അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലായെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അൽഹംദുലില്ലായെ കുറിച്ച് അതിന്റെ ഒരു ക്ലാസ് നമുക്ക് വേറെ വരുന്നുണ്ട്. എന്നാലും നമ്മളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ഒരു മനുഷ്യൻ ഉടനെ എന്ത് പറയും? അൽഹംദുലില്ലാ. തുമ്മിയാൽ എന്ത് പറയും? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഒരു വാഹനത്തിൽ കയറി ഇരുന്നാൽ എന്തു പറയും? വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാൽ എന്തു പറയും? കണ്ടോ? അപ്പൊ എത്ര അൽഹംദുലില്ലാ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാ പറഞ്ഞില്ലേ? ഒരു മനുഷ്യൻ ഉണർന്നാൽ ഉടനെ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹി. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉണർന്ന ഉടനെ നമ്മൾ പറയുന്നു അൽഹംദുലില്ലാ. അങ്ങനെ പറയുന്നവർക്കുണ്ടല്ലോ, അങ്ങനെ ഒരു ദിവസം ഒരു വ്യക്തി പറഞ്ഞ് എഴുന്നേറ്റാൽ അവന് അന്ന് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവൻ്റെ ദിവസം അന്നത്തെ പോക്കാം. എന്ത് പറഞ്ഞില്ലെങ്കിൽ
നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അൽഹംദുലില്ലാ പറയണം. ഇതൊക്കെ നമ്മൾ ശീലിക്കണ്ടേ? നമ്മൾ മുത്താലിമീങ്ങളല്ലയോ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരല്ലയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വേണം. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലേ അതുകൊണ്ട് എന്ത് വരുത്തുള്ളൂ? ഉപകാരം ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ ഉപകാരം ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനെ പ്രസംഗിക്കും, നല്ലോണം പ്രസംഗിക്കും, പക്ഷെ ജനങ്ങളൊന്നും നന്നാവത്തില്ല. കാരണം എന്തില്ല? നമ്മുടെ എന്തില്ല? നമ്മുടെ നന്മയൊന്നുമില്ല. നമ്മളെല്ലാം പറയുന്ന ആളായി മാത്രമായി. അത് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഓരോ പോയിന്റും നമ്മൾ മനസ്സിലാക്കണം. ശൈത്താനെ പരാജയപ്പെടുത്താനുള്ള 2 ദുആ പഠിച്ചു. ഒന്നേതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി. രണ്ടാമത്തെ എന്താണ്? ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട് നമുക്ക്. ഏത് ദുആ എന്നറിയോ? അല്ലാഹുവേ. അതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള ദുആ. എന്ന് പറഞ്ഞാൽ ബാത്റൂമുമായി ബന്ധപ്പെട്ട ദുആ ആണ്. ഏതാ മൂന്നാമത്തെ ദുആ? പടച്ചവനെ, അല്ലാഹുമ്മ തഹിർ ഖൽബി. അല്ലാഹുമ്മ, എന്താ അതിന്റെ അർത്ഥം? എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധമാക്കി തരണേന്ന്. എന്റെ ഹൃദയത്തെ ഒന്ന്. കാരണം എന്താണെന്നറിയോ ഹൃദയത്തെ ശുദ്ധമാക്കാൻ പറഞ്ഞത്? കാരണം ശൈത്താൻ ഏറ്റവും മനുഷ്യന്റെ മർമ്മപ്രധാന ഭാഗത്തെ കയറിയിരിക്കത്തുള്ളൂ. അതെവിടെയാണ്? ഹൃദയത്തില്. കൽബി കയറും. ഞാൻ പറഞ്ഞില്ലേ, രക്തം സഞ്ചരിക്കുന്നിടത്തല്ല ആരും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അവിടെ കയറിക്കൊണ്ട് നമ്മൾ എന്താക്കും? എല്ലാ വേണ്ടാത്തതെല്ലാം കാണിക്കുന്നു പറഞ്ഞില്ലയോ? എല്ലാ ദുഷിച്ച എല്ലാ പ്രവർത്തനങ്ങളും ആര് നേതൃത്വം കൊടുക്കും? അതാണ് നമ്മൾ അവസാനത്തെ സൂറത്തിലും പറഞ്ഞു. അവസാനത്തെ സൂറത്തിൽ പറഞ്ഞ ആ ആശയം എന്താണ്? ശൈത്താന്റെ കാര്യം പറഞ്ഞു. അല്ലാതെ യുവസ്വിസു മിനൽ ജിന്നത്തി. 2 ശൈത്താന്മാരെ കുറിച്ച് അവസാനം പറഞ്ഞത്. 2 ശൈത്താന്മാരെ സൂക്ഷിക്കണമെന്ന് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എത്ര ശൈത്താന്മാരെയാ? ഒന്ന് ജിന്നിൽപ്പെട്ട ശൈത്താന്മാരുണ്ട്, മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരെ നിങ്ങൾ പെടല്ലേന്ന്. മനുഷ്യരിൽപ്പെട്ട എന്തുണ്ട്? എല്ലാ തെറ്റുകളും ചെയ്തിട്ട് തെറ്റാണെന്ന് ബോധം പോലും ഇല്ലാതെ വീണ്ടും തെറ്റിലേക്ക് പോകുന്നവരുണ്ട്. അതേപോലെ ജിന്നിൽപ്പെട്ട ശൈത്താന്മാരും ഉണ്ട്. മനുഷ്യരിൽപ്പെട്ട ശൈത്താനിൽ ഏറ്റവും ടോപ്പ് ആരാന്ന് പറയാവോ? ഏറ്റവും മുകളിലുള്ളവൻ അല്ല, നമ്മൾ അവനെ തൊട്ടാണ് കാവല് ചോദിക്കുന്നത്. റക്അത്തിൽ അവസാനത്തെ തഹിയ്യാത്തിൽ നമ്മൾ പറയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യായ വമമാതി. അപ്പൊ പേര് പിടികിട്ടി. ആരാണ്? ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. എന്ന് പറയണം ദജ്ജാലിന്റെ പേര് വെക്കുമ്പോ. ഇനി വരാനുള്ള ആളല്ലയോ? ആണോ അല്ലയോ? അല്ലേ? നമ്മൾ കാവല് ചോദിക്കുന്നില്ലയോ? അല്ലേ? നിസ്കാരത്തിൽ കാവല് ചോദിക്കാത്ത ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടോ? അപ്പൊ അത്രയ്ക്കും ഈ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തുള്ള ഭീകരതയാണ് ആര് വരുമ്പോഴേ നമ്മളെ ജീവിതകാലത്ത് ഒന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ആര്? അത് അവന് ആരിൽ പെട്ടവനാണ്? ശൈത്താനിൽ പെട്ടവനല്ല, മനുഷ്യരിൽപ്പെട്ടവനാണ്. മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് ആര്? ദജ്ജാൽ. ജിന്നിൽപ്പെട്ടവരാണ് ആര്? ശൈത്താൻ. ജിന്നിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ടവന്റെ പേരെന്താണ്? ശൈത്താൻ ലഅനത്തുല്ലാഹി. ശൈത്താൻ എന്ന് പറയുന്ന വ്യക്തിന് ഭയങ്കര ഇഷ്ടമാണ്. ശൈത്താൻ എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ശൈത്താൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പറയുന്നത് ഇഷ്ടമല്ല. ഏതാ? അപ്പൊ നമ്മൾ പറയാതിരിക്കാൻ പാടുണ്ടോ? ശൈത്താന് എതിരാണ് നമ്മൾ എല്ലാ പ്രവർത്തനവും. ഉദാഹരണം പറഞ്ഞാൽ ശൈത്താൻ ചെയ്യാത്ത ഒരു പ്രവർത്തനമുണ്ട് നിസ്കാരത്തിൽ. എന്താ പറയുക? സുജൂദ്. ശൈത്താൻ ചെയ്യാത്ത ഒരു പ്രവർത്തനം ഏതാണ്? അതുകൊണ്ടാണ് ശൈത്താൻ 1 ചെയ്തില്ല, പക്ഷെ നമുക്ക് 2 ചെയ്യാൻ മടിയില്ലെന്ന് ഓരോ റക്അത്തിൽ നമ്മൾ തെളിയിച്ചോണ്ടിരിക്കുക. ആണോ അല്ലയോ? എത്ര സുജൂദ് ചെയ്യും? നമ്മള്? ഫാത്തിഹ എത്ര ഓതും? 1 ഓതത്തുള്ളൂ. റുക്കൂ എത്ര ചെയ്യത്തുള്ളൂ? 1 ഉള്ളു. പക്ഷെ സുജൂദ് എത്ര ചെയ്യും? ആർക്കെതിരായിട്ടാ നമ്മൾ ചെയ്യുന്നേ? ആർക്കെതിരായിട്ടാ? ശൈത്താനെതിരായിട്ടാ. ശൈത്താൻ 1 ചെയ്യാൻ മടി കാണിച്ചെങ്കിൽ നമുക്ക് 2 ചെയ്യാൻ എന്തില്ല? മടിയില്ല. ഇത് ശൈത്താൻ ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന എപ്പോഴാണ്? നിസ്കാരത്തില് സുജൂദ് ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? ഇനി അതിനെപ്പറ്റി ശരിക്കും നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ശൈത്താന്റെ ശർറിനെ തൊട്ട് കാക്കാൻ 3ാമത്തെ ദുആ എന്താണ്? അല്ലാഹുമ്മ. ഇന്നത് ചെല്ലിയൊരൊന്ന് കൈവെക്കെ. ഇന്ന് ചെല്ലിയൊരു മാത്രം ഒന്ന് കൈവെക്കെ.
ആ മാഷാ അല്ലാ, ഇനി കുഴപ്പമില്ല. ഇനി അതിന്റെ ഗൗരവം മനസ്സിലായില്ലേ മക്കളെ? ഇനി നാളെ മുതൽ ചെല്ലാതിരിക്കുവോ? ഇൻഷാ അല്ലാ ചെല്ലത്തില്ല. ഈ 3 ദുആയും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാക്കില്ലേ? അപ്പൊ നമ്മൾ ഇനി ഒരു കഥയിലിട്ട് പോവാം. നിങ്ങളുടെ സമയം നമുക്ക് ഒരുപാടായതിന്റെ പേരിൽ ഒരു കഥയും കൂടെ പറഞ്ഞു നിർത്തുക. കഥ പറയട്ടെ?